ഇന്ന് നമ്മൾ കേൾക്കുന്ന വചനം സങ്കീർത്തനം 91 അധ്യായം 5, 6, 7 വാക്യങ്ങളാണ്. വായിക്കാറുള്ള വചനങ്ങളാണ്, വായിച്ചിട്ടുള്ള വചനങ്ങളാണ്, പ്രാർത്ഥിക്കാറുള്ള വചനമാണ്. എന്നെഴുതിയിരിക്കുന്നു, വായിക്കാം. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടണ്ട. അപ്പോൾ ഒരു വളരെ ഫോക്കസ് ചെയ്തിട്ടാണ് ആ വാക്യം പറയുന്നത്. ജനറലായിട്ട് പറഞ്ഞ വാക്കല്ല, എല്ലാവരോടും കൂടെ അങ്ങ് പറഞ്ഞതല്ല. നീ. അപ്പോൾ ഈ നീ എന്ന് പറഞ്ഞ ആരായിരിക്കും എന്ന് ചിന്തിക്കുക. അതിൻ്റെ 1-ാം വാക്യമുണ്ട് 91 സങ്കീർത്തനം. ആരാണ് ഈ നീ? 1-ാം വാക്യം, അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും. ആരാണോ ആ വ്യക്തിയോട് പറയണം, നീ പേടിക്കണ്ട. ചിലപ്പോൾ ചിന്തിക്കും, രാത്രി ഭീകരതയുണ്ട്, പകൽ പറക്കുന്ന അസ്ത്രമുണ്ട്, അത് തുളച്ചു കയറും, ആ ഭീകരത എന്നെ പേടിപ്പിക്കും, എൻ്റെ ജീവിതം ഒന്നുമില്ലാതാകും. നീ ഭയപ്പെടണ്ട. ഭീകരത അവിടെ ഉണ്ടാകും, അസ്ത്രം അവിടെ ഉണ്ടാകും. പക്ഷേ ഞാനും നിങ്ങളും അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവരാണ്. നിങ്ങളിങ്ങനെ ഒന്ന് പറഞ്ഞ്, ഞാൻ അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും വസിക്കുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലാണ് എന്ന് പറഞ്ഞ്, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പ്രിയപ്പെട്ടവരും താമസിക്കുന്ന എൻ്റെ വീടിരിക്കുന്ന സ്ഥലം, ഇതിൻ്റെ ഓരോ മുറികൾ, ഞങ്ങൾ ഓടിക്കുന്ന വാഹനം, ഞങ്ങളുടെ അധ്വാനം, ഞങ്ങളുടെ വിദ്യാഭ്യാസം, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ ആയുസ് എല്ലാം നിൻ്റെ സംരക്ഷണത്തിലാണ്. ഞങ്ങൾ നിൻ്റെ സംരക്ഷണത്തിൽ തന്നു പ്രാർത്ഥിക്കുന്നു. സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവൻ. നമ്മൾ ദൈവത്തിൻ്റെ ആ ഒരു സംരക്ഷണത്തിൻ്റെ തണലിൽ കഴിയുന്നത് കൊണ്ടല്ലേ ഈ രാവിലെ എഴുന്നേറ്റതും പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം ഉണ്ടായതും വചനം കേൾക്കാനുള്ള ദാഹം ഉണ്ടായതും. അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ചാൽ പോലും നമ്മൾ തയ്യാറാകുമോ? ഒരുപക്ഷെ ആഗ്രഹമില്ലാതായിരിക്കും ഇത് കേൾക്കുന്നത്. പക്ഷെ നിങ്ങൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലാകാൻ തുടങ്ങിയിരിക്കുന്നു. എന്താ അതിൻ്റെ ഗുണം? അങ്ങനെ ജീവിക്കുമ്പോൾ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ പ്രഭാതവും നമ്മൾ ജീവിതത്തിൽ വചനം കേട്ട് ആരംഭിക്കുമ്പോൾ അറിയുന്നുണ്ടോ, നിങ്ങൾ ദൈവത്തിൻ്റെ സംരക്ഷണയിൽ വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അത്യുന്നതനിൽ വാസം ഉറപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, എന്തെല്ലാം ആളുകൾ മുൻവിധിയോടെ പറഞ്ഞോട്ടെ, ഞാൻ കർത്താവിൻ്റെ സംരക്ഷണത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ സംരക്ഷണയിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള നിന്നോട് ദൈവം ഉറപ്പ് നൽകുകയാണ്. എന്താ ഉറപ്പ് നൽകുന്നത്? അത് 5-ാമത്തെ വാക്യം, രാത്രിയിലെ ഭീകരതയെയോ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ നീ ഭയപ്പെടേണ്ട. എന്തിനാ പേടിക്കുന്നേ? അസ്ത്രത്തെയും ഭീകരതയും കണ്ട് എന്തിനാ പേടിക്കുന്നേ? നീ ദൈവത്തിൽ വസിക്കാവുന്ന ആളാണ്. നിന്റെ കുടുംബം ദൈവത്തിൻ്റെ തണലിലാണ് ഉള്ളത്. പേടിക്കണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ ഭയപ്പെടണ്ട.